പ്രിയമുള്ളവരെ, ഗായത്രി എഴുതിയ യാത്രയ്ക്കപ്പുറം എന്ന പുസ്തകത്തിൻ്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ യാത്ര പണ്ടു മുതലേ ചർച്ചാ വിഷയവും ഏറെ ശ്രദ്ധേയവുമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം 75% മലയാളികളുടെ യാത്ര മുഴുവൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തൊഴിലുമായിട്ടുള്ള യാത്രയെ ഒരു യാത്ര എന്ന് വിശേഷിപ്പിക്കാമോ എന്ന് പറയാൻ പറ്റില്ല. അതിൽ യാത്രാനുഭവങ്ങൾ കുറവായിരിക്കും. ഞാൻ വയനാട് കുറച്ചു കാലം ജോലി ചെയ്യുമ്പോൾ ഞാൻ വളരെ തല്ലിപ്പൊളിയായ ഒരു കമ്പനിയിലെ തല്ലിപ്പൊളിയായിട്ടുള്ളൊരു സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ. അത് കാരണം ഓരോ യാത്രയും വയനാട്ടിലേക്ക് ഏറ്റവും നന്നായി എൻജോയ് ചെയ്യാവുന്ന വയനാട് ചുരത്തിലൊക്കെ എത്തുമ്പോൾ ഇന്ന് വല്ല കച്ചവടം കിട്ടുമോ എന്നുള്ള ചിന്ത മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ. നിങ്ങളുടെ യാത്ര ജോലിയുടെ ഭാഗമാവുമ്പോൾ അത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഗായത്രി ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലാതെയും യാത്ര ചെയ്തിട്ടുണ്ട്. മലയാളികളിൽ നല്ലൊരു ശതമാനം ആംചെയർ ടൂറിസ്റ്റുകളാണെന്ന് പറയാം. എല്ലാത്തരം ട്രാവൽ മാഗസിനുകൾ വരുത്തുകയും അതിലെല്ലാ പേജും നോക്കിയിട്ട് ഇവിടെ എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആംചെയറിൽ 2 അടി അടിക്കുകയും അടുത്ത ട്രാവൽ മാഗസിൻ വരുമ്പോൾ അതിലെ സ്ഥലത്തും പോകണം എന്ന് തീരുമാനിക്കുകയും എവിടെയും പോവാതെ ആംചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകം കാണുന്ന വിഭാഗത്തിലെയാണ് ആംചെയർ ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളത്തിൽ യാത്രാ മാഗസിനുകൾക്കും കൂടുതൽ യാത്ര ചെയ്യുന്നതുകൊണ്ടാണെന്ന് എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയ്ക്കധികം യാത്രാ വിവരണങ്ങളും യാത്രാ മാഗസിനുകളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാവുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു യാത്രയാണല്ലോ ഈ ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കുറച്ച് അസൂയോട് കൂടിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളവർ എഴുതുന്ന യാത്രാ മാഗസിനുകളോ യാത്രാ വിവരണങ്ങളോ വല്ലാതെ വായിക്കാറില്ല. അത് അസൂയ വരുന്നുള്ളവൻ തന്നെയാണ് കാരണം. ഗായത്രിയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഗായത്രി അകത്താണോ പുറത്താണോ യാത്ര ചെയ്യുന്നത് എന്നാണ്. നമസ്കാരം ചേട്ടാ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ചോദ്യമായിട്ടാണ് തുടക്കം. ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് പുറത്ത് തന്നെയായിരുന്നു. പിന്നീടാണ് അകത്ത് ഒരു യാത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കാനായിട്ട് പുറത്തെ യാത്ര ആവശ്യമായിട്ട് വന്നു. അതാണ് ഉത്തരം. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലതരം യാത്രകളുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ പോയാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു വളവിനപ്പുറം എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് യാത്രകൾക്കുള്ള കാരണം, മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അവിടുത്തെ ആ അത്ഭുത കാഴ്ചകൾ മാത്രമല്ല എന്നെ ഒരു സ്ഥലത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ യാത്രകളിലൂടെയുള്ള അനുഭവങ്ങളും ഓർമ്മകളും പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു കൊതി. അപ്പോൾ പലപ്പോഴും ഒരു ഇൻറ്റേർണൽ ജേർണിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് യാത്രകളിലൂടെ. അതായത് ഇൻറ്റേർണൽ ജേർണിക്ക് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് യാത്രകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് യാത്രകളിലൂടെ തന്നെയാണ്. അതായത് ആദ്യത്തെ യാത്ര കണ്ണുകൾ കൊണ്ടും രണ്ടാമത്തെ അതേ സ്ഥലത്തേക്കുള്ള യാത്ര മനസ്സുകൾ കൊണ്ടും കാണുന്നു. മനസ്സുകൊണ്ടും. അതെ. ഈ നഷ്ടപ്പെട്ട് പോയതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര തീക്ഷ്ണമായിട്ട് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ഗായത്രിയുടെ പുസ്തകം വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ അതിലൊന്ന് അച്ഛനെ പറ്റിയുള്ള, ഗായത്രിയുടെ ആദ്യത്തെ പുസ്തകം തന്നെ അച്ഛനുള്ളൊരു സ്മരണാഞ്ജലിയാണ്. ഈ പുസ്തകത്തിലും അച്ഛൻ്റെ കൂടെ ചെയ്ത യാത്രകൾ, അച്ഛനൊരു ഭയങ്കര ബിംബമായിട്ട് ഈ പുസ്തകത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ അച്ഛനെ ഓർമ്മിക്കും. നമ്മുടെ അച്ഛൻ മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരെയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുള്ളൊരു യാത്രയാണ്. എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സ്വാധീനം ചെറുപ്പം മുതൽ, ഞാൻ യാത്രയിൽ മാത്രമല്ല, ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരാൾക്ക് തോന്നുക എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര വ്യക്തിത്വത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അച്ഛൻ ഗായത്രിയെ രൂപപ്പെടുത്തിയെടുത്തത്, അല്ലെങ്കിൽ കുടുംബം എങ്ങനെയാണ് ഗായത്രിയാക്കിയത് എന്നാണ്? തീർച്ചയായിട്ടും വലിയൊരു പങ്ക് തന്നെയുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ഇപ്പം പലപ്പോഴും എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകണമെങ്കിലൊക്കെ പല ഫ്രണ്ട്സും വീട്ടിലിങ്ങനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് കാല് പിടിച്ച് ചിലർ നുണ പറഞ്ഞ് ഒക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല.
അച്ഛാ ഞാൻ ഈ ആഴ്ച ദീപ്തിയുടെ വീട്ടിലേക്ക് പോവാണ്, ചെങ്ങന്നൂർ, അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഓക്കെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം ഞാൻ എവിടെയാണ് എന്നുള്ളത്. അപ്പം അന്ന് കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് എനിക്ക് തന്നൊരു ധൈര്യം എന്ന് പറയുന്നത്, യാത്രകൾ ചെയ്യാനായിട്ട്. അപ്പം പക്ഷെ പിന്നീട് എപ്പോഴോ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോഴൊക്കെ എൻ്റെ കൂടെ എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം അച്ഛനുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണോ അച്ഛൻ്റെ ഒരു കൂടുതലൊരു ഒരു പ്രൊട്ടക്റ്റീവ് ഒരു നേച്ചർ അപ്പോഴാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വലുതായത് അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ശേഷം സീരിയൽ ലൊക്കേഷനുകളിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ എപ്പോഴും നിർബന്ധമായിരുന്നു അമ്മ കൂടെ വേണം. പക്ഷെ അതിലും ചെറിയ പ്രായത്തിൽ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന പ്രായത്തിൽ അച്ഛൻ എനിക്ക് ഇതുപോലെ എവിടെയെങ്കിലും പോകണമെങ്കിലൊന്നും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും എൻ്റെ മേലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചിന്തകളെയും എൻ്റെ എല്ലാ രീതിയിലുള്ള കാഴ്ചപ്പാടുകളെയും ഒക്കെ അത് ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എന്തും നമുക്ക് നമ്മളെ പേരൻസിനോട് പലപ്പോഴും ഫിൽട്ടർ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പോലും എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും ഭയങ്കര ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം, അതൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷവും ഞാൻ ഏറ്റവും അധികം ഞാൻ ഈ യാത്രകളിലും യാത്രാക്കുറിപ്പുകൾ മാത്രമല്ല, യാത്രാ വിവരണങ്ങൾ മാത്രമാക്കാതെ അച്ഛൻ്റെ കൂടെ നടത്തിയ യാത്രകളുടെ ഒരു ഓർമ്മകൾ, അത് ചിലപ്പോൾ വായിക്കുമ്പോൾ അച്ചപ്പങ്കഥകളുടെ ഒരു ഇത് തോന്നിയേക്കാം അത് വായിച്ചിട്ടുള്ളവർക്ക്. പക്ഷേ എങ്കിലും അത് ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായിരുന്നു. കാരണം എൻ്റെ യാത്രയോടുള്ള മോഹം തുടങ്ങുന്നത് ആ ഒരു പ്രായത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കുറിപ്പുകളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ഈ പുസ്തകത്തിൽ ഒരിടത്ത് എനിക്ക് തോന്നുന്നു ആമുഖത്തിൽ തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഗായത്രി പറയുന്ന ഒരു പോയിന്റ് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്, കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം യാത്രകളാണ് എന്നുള്ളതാണ്. ഗായത്രിയുടെ മകള് കൂടെയുണ്ട്, കല്ലു. മറ്റു കുട്ടികളിൽ നിന്നും ഈ യാത്രകൾ സമ്മാനിച്ചതുകൊണ്ട് കല്ലു മറ്റു കുട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തയായി, കല്ലുവിൻ്റെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ യാത്രകൾ എങ്ങനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഗായത്രി കരുതുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോഴല്ല, അവൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം അവൾക്ക് തന്നെ അനുഭവപ്പെടും. അത് നമ്മൾ മാറി നിന്ന് ജഡ്ജ് ചെയ്യാൻ ആയിട്ടില്ല അത് എത്രത്തോളം അവളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, എനിക്ക് ഉറപ്പാണ് അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കണ്ടതിലും കൂടുതൽ കാഴ്ചകൾ അവൾ പാഠപുസ്തകത്തിൽ മാത്രം വായിച്ച് പഠിച്ച പല കാര്യങ്ങളും നേരിട്ട് അനുഭവിക്കാനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഈ പ്രായത്തിൽ അവൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം തന്നെ അവൾ 10th-ലായി, 2-3 ദിവസം ക്ലാസ് അവൾക്ക് മിസ്സാവും. പക്ഷേ എന്നിട്ടും ഈ ഒരു അനുഭവം, അതായത് ഈ ഒരു സാഹിത്യത്തിൻ്റെ ഈ ഒരു ഉത്സവം, അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്നതിനൊക്കെ അവൾ സാക്ഷിയാവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഇപ്പോൾ അവൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു അല്ലെങ്കിൽ അവൾക്ക് എന്താണ് അവൾക്ക് കിട്ടുന്നതെന്നല്ല, അവൾക്കത് അവളുടെ ഫ്യൂച്ചറിൽ അവളുടെ ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ അത് ഒരുപാട് അവളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. KLF പോലുള്ള ഒരു സാഹിത്യോത്സവത്തിലേക്ക് ഗായത്രിയെ ഗസ്റ്റായിട്ട് ക്ഷണിക്കുന്നത് ഗായത്രി എഴുതിയ പുസ്തകങ്ങളുടെ പേരിലാണ്. ഇപ്പോൾ കഴിഞ്ഞ KLF-ൽ ഗായത്രി ഉണ്ട്, അച്ചപ്പങ്കഥകളുടെ റിവ്യൂ ആയിട്ടുണ്ട്, ഈ വർഷമുണ്ട്. മറ്റൊരു തരത്തിൽ പ്രശസ്തയാണ്, മറ്റു പലതരത്തിൽ പ്രശസ്തയാണ് ഗായത്രി. യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക്, ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക്, എങ്ങനെയാണ് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിലേക്കുള്ള ഒരു മാറ്റത്തിനെ, ഇത്തരം ഫെസ്റ്റിവലുകൾ പങ്കെടുക്കുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഗായത്രി എങ്ങനെയാണ് കാണുന്നത്, അതിലൊരു വ്യത്യാസം? അത് എൻ്റെ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീറാം. അദ്ദേഹം ഒരു ഓഥറാണ്. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എഴുത്തുകാരിയായി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ഞാൻ ഒരുപാട് സാഹിത്യ രചനകളൊന്നും നടത്തി വന്ന ഒരാളല്ല, സാഹിത്യ മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ അവിടെ അന്നൊക്കെ കലാമത്സരങ്ങളിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ എഴുത്ത് എനിക്ക് സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ ഈ അടുത്താണ്, ഒരു 5 വർഷം മുമ്പാണ് ഞാൻ വെറുതെ എഴുതി നോക്കിയപ്പോഴാണ് ഓക്കെ എനിക്ക് കഴിയും, എനിക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. അപ്പോൾ ഒരു എഴുത്തുകാരിയാണ് എന്ന് പലയിടത്തും ഇൻട്രൊഡക്ഷനിൽ പുസ്തക രചയിതാവാണ്, എഴുത്തുകാരിയാണ്, ഇത്രയും നാളും യൂട്യൂബർ, വ്ളോഗർ, ആക്ട്രസ്, ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ഓഥർ എന്നുള്ളൊരു ടൈറ്റിലും കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ അതൊരു ഭയങ്കര പ്രൗഡ് ഫീൽ തന്നെയാണ്. ഇത്രയും വലിയ, അതായത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നമ്മളിപ്പോൾ ആ ലോഞ്ചിൽ ഇരിക്കുമ്പോൾ തന്നെ ബെന്യാമിനെ പോലുള്ള
ഒരുപാട് വലിയ വലിയ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സാഹിത്യകാരന്മാരുടെ കൂടെ പോയി നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യവും വലിയൊരു സന്തോഷവും തന്നെയാണ്. നിരന്തര യാത്രികർക്ക് ഒരു യാത്ര കഴിഞ്ഞിട്ടുള്ള മറ്റൊരു യാത്രയിലേക്കുള്ള ഇടവേള അടുത്ത യാത്രയ്ക്കുള്ള ഒരു ഒരുക്കം മാത്രമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇടവേളകളെ എങ്ങനെയാണ് ഗായത്രിൻ്റെ പേഴ്സണൽ ലൈഫിലും ആയിട്ടോ ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്കോ എങ്ങനെയാണ് ഗായത്രി ക്രമീകരിക്കുന്നത്? ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ റിലീസ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ ആളുകൾ ചോദിച്ചു ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ ഒരുപാട് സമയം ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് സമയം കിട്ടാറുണ്ട് അങ്ങനെ. അത് ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓക്കെ ഇനി ഇന്ന ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടൊന്നും ജീവിക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടവേളകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കിട്ടുന്ന സമയം വെറുതെ ഇരിക്കാം, വെറുതെ TV കാണുക, വെറുതെ കുറേ സമയം വീട്ടിലിരിക്കുക, അതൊക്കെ തന്നെയാണ് ചെയ്യുക. അത് ആ സമയങ്ങളിൽ എൻ്റെ പ്ലാനിങ്ങുകളെല്ലാം പെട്ടെന്നുണ്ടാവുന്നതാണ്. ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്നത് എപ്പോഴാണോ ഫ്ലൈറ്റ് ടിക്കറ്റിന് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് ആ സമയത്തേക്ക് ബുക്ക് ചെയ്യുക പോവുക അങ്ങനെയുള്ളതാണ്. അല്ലെങ്കിൽ ഒരു തോന്നൽ വരാം ഓക്കെ ഒരു യാത്ര പോകണം. ഇപ്പോൾ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഋഷികേശിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഭയങ്കരമായ ആഗ്രഹം. അപ്പോൾ അങ്ങനെ തോന്നുമ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുക പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇടവേളകൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ പ്ലാനിങ്ങൾ അല്ലെങ്കിൽ ലൈഫിലെ അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള വലിയ പ്ലാനിങ് ഒന്നും നടത്താറില്ലാത്ത ഒരാളാണ്. ഗായത്രി ആയിട്ടുള്ള ഈ സെഷൻ്റെ പോസ്റ്റർ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ മുഴുവൻ വരുന്നത് ദീപ്തി IPS അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദീപ്തി IPS എന്നുള്ള ആ ക്യാരക്ടറിനെ ഗായത്രി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ യാത്രകൾക്കിടയിൽ ഈ ദീപ്തി IPS എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? ആളുകൾ ആ തരത്തിൽ കാണുകയും നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രകളെ? ഇല്ല, എനിക്ക് യാത്രകൾ ഏറ്റവും വലിയൊരു എന്താ പറയുക സന്തോഷം എന്ന് പറയുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നതും വന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ സന്തോഷമാണ്. അത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തൊരു കാര്യമാണ് ഈ ഒരു സെലിബ്രിറ്റി ലൈഫ്. അല്ലെങ്കിൽ ആളുകൾ വരുന്നു ഫോട്ടോ എടുക്കുന്നു അതൊക്കെ. പക്ഷേ എങ്കിലും നമുക്ക് ചില സമയങ്ങളിൽ ഒരു സ്വാതന്ത്ര്യക്കുറവ് ഇടയ്ക്കെങ്കിലും തോന്നാറുണ്ട്. ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ രാവിലെ എണീറ്റ വേഷത്തിൽ ഒരു ഫേസിൽ ഒരു മേക്കപ്പ് പോലും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഈ ഒരുങ്ങുക നല്ല ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് പൊതുവേ മടിയുള്ള ഒരാളാണ്. അപ്പം യാത്രകളിൽ പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതാണ്. രാവിലെ എണീക്കുക, ബ്രഷ് ചെയ്യുക, കുളിക്കുക തന്നെ വേണ്ട, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുക, ഇറങ്ങുക, ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല, ആരും നമ്മളെ ബോധർ ചെയ്യുന്നില്ല, ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് യാത്രയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വീണ്ടും വീണ്ടും വിളിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നോർത്തിൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ദേവപ്രയാഗൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനിയും പോകണം, എനിക്ക് എത്ര പോയാലും മടുക്കില്ല എന്നൊക്കെ തോന്നുന്നൊരു ഡെസ്റ്റിനേഷൻ? എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് ഞാൻ ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒന്ന് ഋഷികേശും പിന്നെ ഒന്ന് ബിർറുമാണ്. അത് ആ ബിർറ് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ചെറുപ്പം മുതലിങ്ങനെ നമ്മൾ ഉള്ളിൽ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിക്ചറൈസ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ ഒരു സ്ഥലത്തെ പറ്റിയിട്ട്. ഞാൻ ബിർറിൽ ചെന്നപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഈ സ്ഥലം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനൊരു സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ ആളുകൾ, അവിടുത്തെ ആ വായുവിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത ശുദ്ധമായ വായു, വെള്ളം, ആളുകളുടെ നമ്മളോടുള്ള പെരുമാറ്റം എല്ലാം കൊണ്ടും എനിക്ക് ബിർറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റീസൺ പറയാൻ എനിക്കറിയില്ല, ഋഷികേശ് എനിക്ക് എപ്പോഴും പോകണമെന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്. മേ ബി അവിടെ നിന്ന് കിട്ടുന്ന ആ ഗംഗയുടെ തീരത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത കൊണ്ടാണോ എന്താ അറിയില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് അവിടെ എത്താനുള്ള ഒരു കാരണം അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാന്നുള്ളൊരു ആ ഒരു കണക്ഷൻ കൊണ്ടാണോ എന്തോ എനിക്ക് ഋഷികേശ് എനിക്ക് ഭയങ്കര പിന്നെയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മധുചേട്ടൻ അങ്ങനെ എനിക്ക് കാരണം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞു ഈ ബുക്ക് വായിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു, കാരണം ആ വഴികളിലൂടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെയും പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു സ്ഥലം ഏതാ? മക്ലോഡ് ഗഞ്ചിൽ നിന്ന് ഇന്ന് രാവിലെ എനിക്കിപ്പം ഇങ്ങോട്ട് സെഷന് കയറുന്നതിന് മുമ്പ് മധുചേട്ടൻ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഈ കയ്യിൽ ഞാൻ ഇട്ടിരിക്കുന്ന ചെയിൻ. അത് മക്ലോഡ് ഗഞ്ചിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാനും പോയതിൽ എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മക്ലോഡ് ഗഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ധർമ്മശാല, അത് ഞങ്ങളുടെ മോളും ഞാനും കൂടെ ഞാനും മോളും അരുണും കൂടെ 2 വർഷം മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് കാറിൽ നടത്തിയിരുന്നു.
അപ്പോൾ അവിടെ ധർമ്മശാല മക്ലോഡ്ഗഞ്ചൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ടാക്കുന്നതാണ് ഈ സാധനം. അതെനിക്ക് രാവിലെ ഇപ്പം മധുചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. മക്ലോഡ്ഗഞ്ച് എന്നോട് ആദ്യമായി ധർമ്മശാല സജസ്റ്റ് ചെയ്യുന്നത് ജിഷ്ണു രാഘവനാണ്, നമ്മൾ മരിച്ചുപോയ ആക്ടർ ജിഷ്ണു. അപ്പം ഞാൻ ഈ കുളു മണാലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശ ട്രിപ്പുകളിൽ ഏർപ്പെടുമ്പം ജിഷ്ണു എപ്പോഴും പറയും, നിങ്ങൾ ധർമ്മശാല പോകും, ധർമ്മശാല ഒരു തവണ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധർമ്മശാല ഇഷ്ടപ്പെടും, പിന്നെ നിങ്ങൾ ബാക്കിയെല്ലാ സ്ഥലത്തും നിങ്ങൾ വളരെ സില്ലി ട്രിപ്പുകളായിട്ടാണ് കാണുക എന്ന് പറഞ്ഞു. ഞാൻ ഒരു തവണ ഈ കസോളിൽ നിന്ന് വരുന്ന സമയത്ത് ധർമ്മശാലയിലൊക്കെ ബസ് കണ്ടിട്ട് എന്നാൽ അങ്ങോട്ട് പോയി കളയാം എന്ന് വിചാരിച്ച് കയറിയതാണ്. ധർമ്മശാല ദലൈലാമയുടെ വാസസ്ഥലം, പക്ഷേ ദലൈലാമ ഇപ്പം അവിടെ അല്ല താമസിക്കുന്ന, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷെ ദലൈലാമ പ്രാർത്ഥന നടത്തുന്ന ആരാധനാലയം ഉള്ള സ്ഥലമാണ്. ധർമ്മശാലയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ മുകളിലേക്കുള്ള മക്ലോയിഡ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് ഭയങ്കര കാഴ്ചകളൊന്നും കാണാനില്ല, പക്ഷെ നിങ്ങൾ റിലാക്സ്ഡ് ആവും. അത് ഞാൻ മക്ലോയിഡ്ഗഞ്ച് പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഈ പുസ്തകത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഋതംബരയെ പറ്റിയിട്ടുള്ള പരാമർശമാണ്. ഋതംബരയെ പറ്റിയിട്ട് ഒരു ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ രാമ ഇവിടെ ഇരിക്കുന്നത്, രാമാണ് അതിൻ്റെ സെക്രട്ടറി. ഋതംബര ഒരു എക്കോ സ്പിരിച്വൽ കമ്മ്യൂണാണ്, ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. വാഗമണ്ണിൽ ഉപ്പുതറയ്ക്ക് അടുത്താണ്. അത് ഒരു 12 ഏക്കറിൽ വരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പം മക്ലോഡ്ഗഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എപ്പം നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ, ഒരു സ്ട്രെസ്സ് വരുമ്പോഴും നമുക്ക് പോകാൻ തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആകെ 2.5 മണിക്കൂർ യാത്രയുള്ളൂ വാഗമണ്ണിലേക്ക്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ചെന്നാൽ നമ്മുടെ ഉള്ളിലെ എല്ലാ സ്ട്രെസ്സുകളും, എല്ലാ എന്താ പറയുക, നമ്മളിങ്ങനെ പിരിമുറുക്കങ്ങളും ഒക്കെ വിട്ട് മാറി നമ്മളിങ്ങനെ 2 കൈയും ആംസ് ഓപ്പണായിട്ട് സ്വീകരിക്കുന്ന, ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെയുള്ള, മലകൾ കണ്ടുണരാൻ പറ്റിയ, ഒരു ലക്ഷറിയും ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു സാധാരണ സ്ഥലം. പക്ഷേ ആ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വരുന്നവരൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ്. അതിൻ്റെ പ്രത്യേകതകളും പോകാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഗായത്രിയുടെ യാത്രകളെ ഞാൻ നോക്കുമ്പം ദുബായിൽ നിന്ന് ഋതംബരയിലേക്ക്, കേരളത്തിലേക്ക് വരുന്നു, ഇവിടുന്ന് ഹിമാചലിലേക്ക് പോകുന്നു, അവിടുന്ന് ഡൽഹിയിലേക്ക് വരുന്നു. ചിലത് തൊഴിലുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മൾ ചൂസ് ചെയ്യാത്ത യാത്രകളാവാം. എനിക്ക് തോന്നുന്നു ദുബായ് യാത്രയൊക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഗായത്രിയുടെ ഒരു പേഴ്സണൽ താല്പര്യത്തിൽ ഇപ്പം ഞാൻ ഈ ഭയങ്കര പ്രകൃതി രമണി ഇഷ്ടപ്പെടുന്ന ആളല്ല. എനിക്ക് കുറച്ചുകൂടി പഴയ നഗരങ്ങൾ ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും. കാടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഗായത്രിയുടെ ഒരു താല്പര്യം എത്ര യാത്രകളാണ്. ഇപ്പം ഈ ഫ്ലൈ ചെയ്ത് നമ്മൾ ഡൽഹി വരെ നമ്മൾ ഫ്ലൈ ചെയ്ത് പോവുകയും അവിടുന്ന് ടാക്സി എടുത്ത് പോവുകയും ചെയ്യുന്ന യാത്രകളുണ്ട്, അല്ലാതെ അലഞ്ഞു പോകുന്ന യാത്രകളുണ്ട്. ഒരു ഡ്രീമിലെ ഒരു യാത്ര എത്തരത്തിലുള്ളൊരു യാത്രയായിരിക്കും? ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ യാത്ര പോയപ്പോഴാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നടത്തുന്ന യാത്രകളുടെ ഒരു സുഖം അറിഞ്ഞത്. അതിൽ പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും മോളും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ മധുചേട്ടൻ പറഞ്ഞ പോലെ, ഒരു ബാഗും എടുത്ത് ഇറങ്ങുക, പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതിരിക്കുക, ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതിരിക്കുക, ഒരു പോക്ക് അങ്ങോട്ട് പോവുക. അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഏത് ബസ്സാണോ കാണുന്നത്, അല്ലെങ്കിൽ ഏത് ട്രെയിനാണോ കാണുന്നത്, അതിൽ കയറുക, അതിലേക്ക് പോവുക, അവിടെ ചെല്ലുമ്പോൾ വേറൊരു സ്ഥലത്തെ പറ്റി അറിയുക, അങ്ങനെ പോവുക. അതെനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. ഞങ്ങളുടെ ഏകദേശം അതുപോലൊരു യാത്രയായിരുന്നു. പക്ഷേ കാറിലായിരുന്നു യാത്ര. പക്ഷേ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ള തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഡൽഹി വരെ മാത്രമാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഓക്കെ അടുത്ത നാളെ ഇന്ന സ്ഥലത്തേക്ക് പോവാം, ഓക്കെ യാത്രയിൽ അവിടം വരെ എത്തിയില്ല, എന്നാൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. അങ്ങനെ ഒരു 14 ദിവസം എടുത്ത് നടത്തിയ യാത്രയായിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ കാർ യാത്ര. അപ്പോൾ അതുപോലെ ഒറ്റയ്ക്ക് ഒരു ബാഗും എടുത്ത് നിൽക്കുന്ന നിപ്പിൽ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എൻ്റെ സുഹൃത്ത് സുരേഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും സുരേഷും കൂടി അങ്ങനെ ഏതാണ്ട് ഒരു 10-15 ദിവസം നീണ്ടു നിന്ന ഒരു യാത്ര ഭുവനേശ്വറിൽ നിന്ന് ഞങ്ങൾ ലോക്കൽ ബസ്സുകൾ കയറി ബോധ്ഗയ വഴി കാശി തിരിച്ചെത്തി, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഫ്ലൈ ചെയ്തു. അങ്ങനെ യാത്ര എടുത്തൊരു സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്. തല ഇങ്ങനെ ആട്ടിയതല്ലേ. യാത്രയിൽ അല്ലാത്ത വേറെ ഈ പുസ്തകത്തെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, വേണുജി കേരളത്തിൻ്റെ ഒരു ഗുരു ഇമേജാണ്. കാരണം വേണുജിയെ ആയിട്ട് പരിചയപ്പെട്ട എല്ലാവരുടെയും ലൈഫിൽ
വേണുജി പിന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നിൽക്കും. എന്തായിരുന്നു ഗായത്രിയുടെ ഒരു വേണുജി, എങ്ങനെയാണ് എത്തിപ്പെട്ടത് വേണുജിയിലേക്ക്? ഏറ്റവും കേരളം കണ്ട ഏറ്റവും എന്താ പറയുക, കൂടിയാട്ടത്തിലെ ഏറ്റവും അധികാരെന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് വേണുജിയുടെ മകൾ കപില വേണു. ഞാനൊരു ഇതുപോലെ തന്നെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥാപനങ്ങളെ പറ്റിയിട്ടും ഒക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് വേണുജിയുടെ നവരസ സാധന എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പം പലപ്പോഴും ഒരു മോഡേൺ ആക്ടിങ് സ്കൂളിൽ ആണ് പലരും ആക്ടിങ് വർക്ക്ഷോപ്പിന് വേണ്ടി പോവുക. പക്ഷേ ഭാരതത്തിൻ്റെ തനതായ രീതിയിൽ, അല്ലെ ഭാരതത്തിൽ നിന്ന് ഉടലെടുത്ത നവരസങ്ങൾ വച്ചിട്ട് അതിൻ്റെ ആ കോറ് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സാധന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. അത് ശരിക്കും ഗുരുകുല സമ്പ്രദായത്തിലാണ്, അവരുടെ വീട്ടിൽ തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. അതിന് ഭയങ്കര മെത്തേഡ് രീതിയിലൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങളിലൂടെ. അതെങ്ങനെയാണ് ആ പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പം നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഒരു സീൻ അഭിനയിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ആ വർക്ക്ഷോപ്പ് എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി, ഈ യാത്രകളെ പറ്റി പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക്, ഞാൻ സത്യത്തിൽ എൻ്റെ അനുഭവം ഞാൻ എന്നിലേക്ക് തന്നെ നടത്തിയൊരു യാത്രയെന്നല്ല, എൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളെയും ഞാൻ തിരിച്ചറിയാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒന്നായിരുന്നു നവരസ സാധന. അപ്പം അതിനെ പറ്റിയിട്ടാണ് ആ രസസൂത്രം തേടിയുള്ള യാത്രയിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരൊറ്റൊരു ചോദ്യം കൂടി ഉള്ളത്, യാത്ര ചെയ്യാൻ ആദ്യം വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ തോന്നലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരം. രണ്ടാമത് വേണ്ടത് തീർച്ചയായിട്ടും പൈസയാണ്. പക്ഷേ പൈസ ഉണ്ടായിട്ടും സൗകര്യങ്ങളുണ്ടായിട്ടും യാത്ര ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ. കോവിഡിന് ശേഷം ഇത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം കോവിഡിനെ വെച്ച് അളക്കുന്ന മഹാബോറിന ഏർപ്പാടാണെന്ന് എനിക്ക് അറിയാനിട്ടല്ല. പക്ഷെ എന്നാൽ പോലും കോവിഡിനെ വെച്ചിട്ട് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടൊന്നും കാര്യമില്ല, ഒരു സംഠ്യം പറഞ്ഞ് തട്ടിപ്പോകുന്നുള്ളൊരു ധാരണ ആളുകൾക്ക് വന്നിട്ടുണ്ട്. യാത്ര ചെയ്യാതിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ ആർട്ടിസ്റ്റോ ആരോ ആയിക്കോട്ടെ, എന്താണ് അവർ മിസ് ചെയ്യുന്നത് ലൈഫിൽ എന്ന് കാര്യത്തിൽ തോന്നിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും യാത്രകൾ ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ അവർ എന്താ പറയുക, അവർ കണ്ടിട്ടുള്ളത് എന്താ പറയുക, ഒരു മണൽത്തരിയോളം മാത്രമേ അവർ ജീവിതം കണ്ടിട്ടുണ്ടാവുള്ളൂ. യാത്രകൾ ചെയ്യാത്തൊരാൾ ജനിച്ച് ജോലിയൊക്കെ ചെയ്ത് മരിച്ചാൽ അവരൊന്നും എന്താ പറയുക, ഞാനും എൻ്റെ ചുറ്റുമുള്ള ആളുകൾ മാത്രം. പക്ഷേ അവരവരുടെ ഉള്ളിലേക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ടാവില്ല, അവരുടെ ചുറ്റുമുള്ള പലതും അവർ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചുറ്റുമുള്ള പലതും അവർ കണ്ടിട്ടുള്ളതിന് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല അതിൻ്റെ ശരിയായ കാഴ്ചപ്പാടുകളെന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടില്ല. സ്വയമായിട്ടുള്ളൊരു തിരിച്ചറിവും അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ യാത്രകൾ ചെയ്യാതെ മരിക്കുന്നവർ, എനിക്കറിയില്ല അതിനെ എങ്ങനെയാണ് എന്താണ് പറയേണ്ടതെന്നുള്ളത്. അതിനോട് പിന്നെ ഒരു കാര്യമുണ്ട് മധുചേട്ടാ, ഒരു ഇൻട്രസ്റ്റാണ്, ഒരു താല്പര്യമാണ്. നമ്മളൊരാളെ നിർബന്ധിച്ചിട്ട് നീ വാ നമുക്ക് പോവാം, അവിടെ പോയി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരാളെ കൊണ്ടുപോയാൽ ഇതെന്തിനാണിത്, വെറുതെ വീട്ടിൽ ഇരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്, ഓരോ വ്യക്തിയുടെയും താല്പര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും യാത്രയും പുസ്തകങ്ങളുമാണ് മനുഷ്യനെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. നമുക്കൊരു 4 മിനിറ്റാണുള്ളത്. ആർക്കെങ്കിലും ഗായത്രിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കുകൾ ചോദിക്കാം. ഗായത്രി ചുരുങ്ങിയ വാക്കുകൾ തന്നെ മറുപടി പറയും. ഹലോ മാഡം, എൻ്റെ പേര് വിപിൻ എന്നാണ്. നമസ്കാരം. ഞാൻ ഒരുപാട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് പോയത് പുരിയിലാണ്, ജഗന്നാഥ ക്ഷേത്രത്തിൽ. അപ്പോൾ എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്നത്, മാഡം ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് പോകാൻ ആഗ്രഹിച്ച ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നോവലുകളോ പുസ്തകങ്ങളോ അങ്ങനെ? അങ്ങനെ ഇന്ന സ്ഥലത്തേക്കെന്നില്ല. നമ്മൾ ഞാനതാണ് മക്ലോഡ്ഗഞ്ചിനെ ബിറിനെ പറ്റി പറഞ്ഞത്. അതായത് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില യാത്രാ വിവരണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ
നമ്മളൊരു പിക്ചറൈസേഷൻ നടത്തില്ലേ, നമ്മൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഒരു സ്ഥലമായിരുന്നു ബിർ. അപ്പം അവിടേക്ക് ഓൾറെഡി ഞാൻ പോയി. അപ്പം എനിക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ തോന്നിയിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് ഷാനിയാസ്. ഞാനൊരു അധ്യാപകനാണ്. പലപ്പോഴും കുട്ടികളെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തിരുവിതാംകൂർ ട്രിപ്പ് എന്നൊരു യാത്ര ഡിസംബറിൽ നടത്തി. പലപ്പോഴും പറയാം, യാത്ര നമ്മളൊരു കഥ പറച്ചിലുകാരനാക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മേഖലയിൽ, യാത്രയിലും വായനയിലും പിന്നെ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഇതിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് യാത്രയാണോ അതല്ല വായനയാണോ എന്നുള്ള ഒരു ചോദ്യം എത്രത്തോളം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്ക് യു. നല്ല ചോദ്യം. വായന നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യാത്രയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ യാത്രകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വായനയിലൂടെ നമ്മൾ ഇൻറ്റേർണലി നമ്മൾ യാത്ര ചെയ്യുന്നു. ആ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ തന്നെ ആ യാത്രകൾ നമ്മൾ പലപ്പോഴും ആ വായനയാണ് പലപ്പോഴും യാത്ര ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദനം നൽകുന്നത്. അപ്പോൾ രണ്ടും എനിക്ക് തോന്നുന്ന അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വായനയും യാത്രയും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാനായിട്ട് അറിയില്ല. രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ചോദ്യത്തിന് കൂടി സമയമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അനുപരി, നമുക്ക് നിർത്താവുന്ന തോന്നുന്നു. നമുക്കിനി 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഏതായാലും നമ്മൾ ഒരുപാട് യാത്രാ പുസ്തകങ്ങൾ വായിച്ച് ഇരിക്കപ്പുറതി ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യം പുതിയ മാഗസിനുകൾ വരുന്നു, പുതിയ യാത്രാ അനുഭവങ്ങൾ വരുന്നു. നമ്മളൊന്നും യാത്ര ചെയ്തത് പോരാ എന്നും ഇങ്ങനെയല്ല യാത്ര ചെയ്യേണ്ടതെന്നും ഓരോ ദിവസം നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ആ സമയത്താണ് ഗായത്രിയുടെ യാത്രയ്ക്കപ്പുറം എന്ന് പറഞ്ഞ പുസ്തകം ഇവിടെ ഇറങ്ങുന്നത്. പുസ്തകം ഇവിടെ കൗണ്ടറിലുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകളുടെ അപ്പുറത്ത് അതിന് ഗായത്രിയുടെ ഒരു ഭയങ്കര ഫീലിംഗ് ആയിട്ട്, ഗായത്രി ഈ ഗംഗയെ പറ്റിയൊക്കെ എഴുതുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. ആ പുസ്തകങ്ങളിലൂടെ കടന്നു പോകണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചപ്പൻ കഥകൾക്ക് ഒരു കാരണം ഉണ്ടായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതി, അച്ഛനെ സത്യത്തിൽ അച്ഛനെ കളിയാക്കാൻ വേണ്ടി ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പും അങ്ങനെയായിരുന്നു. അച്ഛനെ ട്രോളാൻ വേണ്ടി ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എഴുതിയ പുസ്തകമാണ്. രണ്ട് കഥകളാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എഴുതിയത്. അതിന് ശേഷമാണ് അത് പുസ്തകമാക്കണം, അച്ഛനെക്കുറിച്ച് എല്ലാവരും വായിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എഴുതിയതാണ്. ആ എഴുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു. കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ഞാൻ എഴുതിയ ഒന്നാണ് യാത്രയ്ക്കപ്പുറം എന്ന പുസ്തകം. കാരണം അത് വെറുതെ ഒരു യാത്രാ വിവരണം മാത്രമായി പോരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനപ്പുറം വായിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അവർക്ക് അത് ഞാൻ അനുഭവിച്ച ആ അനുഭവങ്ങളിലൂടെ വായനക്കാരനും കടന്നു പോകണം. അതൊരു ഓർമ്മകളായിരിക്കണം. ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയ ഒന്നാണ് യാത്രയ്ക്കപ്പുറം. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് അരുണാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. ഒരുപാട് പേരുകൾ ഞങ്ങളിങ്ങനെ റെഫർ ചെയ്തിരുന്നു, ഏത് വേണം. അങ്ങനെ ഈ ഒരു പേരിലേക്ക് എത്തിയത് അരുൺ കാരണമാണ്. അപ്പം ഇതെല്ലാം ചേർന്നതാണ് യാത്രയ്ക്കപ്പുറം. അപ്പോൾ എല്ലാവരും വായിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതൊരു എന്താ പറയുക, ഒരു യാത്രകളിൽ പോകാനുള്ളൊരു പ്രചോദനമാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.